ഹലോ ഗൈസ്, ഇപ്പം നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെള്ളിയാഴ്ച ആണെന്ന്. സോ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുന്നതാണ്. സയാൻ സ്കൂളിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സാധനം ട്രൈപോഡിൽ വെച്ചിട്ട് എടുക്കുന്നത്. എൻ്റെ വേറൊരു വെള്ള ഷർട്ട് ഉണ്ടായിരുന്നു, മിസ്സിങ് ആണെന്ന് തോന്നുന്നു. അമ്മയും ഇപ്പം എല്ലാം പള്ളിയിൽ പോയിട്ടുള്ള തോന്നുന്നു. ഏകദേശമായി തുടങ്ങാനായിട്ടുണ്ടാവും. നേരെ ഇപ്പം മഹല്ല് പള്ളിയിലേക്ക് പോകണം. ചങ്ങായിമാരുണ്ടാവും. നമസ്കാരം കഴിഞ്ഞ് നേരെ എല്ലാ വെള്ളിയാഴ്ചയും ഫോട്ടോ എടുക്കുന്ന പോലെയുള്ള ആസ് യൂഷ്വൽ ഫോട്ടോ എടുക്കൽ പരിപാടീസ് ഉണ്ടാവും. സോ താഴെപ്പറ്റി മുടിയെല്ലാം വരണം. നല്ല ചായയിലേക്ക് പോവാം. എൻ്റെ മുച്ചി എന്നെ കണ്ടിട്ട്. ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇത് എൻ്റെ പുതപ്പൊന്നും മടക്കിക്കില്ല. അത് നമ്മളത് കറക്റ്റ് മടക്കി വെക്കും. ബെഡിൽ ഫുൾ ആധാരമാണ്. സമയമില്ല, പെട്ടെന്ന് ഓടണം. എന്താ വെച്ചാൽ ഇല്ല, ടൈം ആവുന്നല്ലോ, ബാക്കിയുണ്ട്. പെട്ടെന്ന് മുടിവാരി കുട്ടപ്പനായി പോകണം. മോനില്ലാത്തതുകൊണ്ട്, ചെയ്യാനില്ലാത്തതുകൊണ്ട് ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നെറ്റൊക്കെ വീഡിയോ എടുക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയാൽ നിസ്കാരം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ പോകുമ്പോൾ കുട്ടികളുണ്ടാവും. ഇപ്പോൾ പാച്ചുവിനെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി. ഇപ്പോൾ ആരല്ല തിരിച്ചെത്തി എന്നുള്ളത് എനിക്ക് തിരിച്ചെത്തിക്കുന്നു. എനിക്ക് 2 മണിക്കാണ് ഫ്ലൈറ്റ് പാച്ചു. സോ ഇവിടെ ചിലപ്പം കുറച്ച് ആൾക്കാരുണ്ടാവും. സേഫെല്ലാം ചിലപ്പോൾ റൂട്ടിൽ പോയിക്കില്ല, സേഫ് കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് എന്താക്കണം, പള്ളിയിലേക്ക് പോവാം. തൊപ്പിയുണ്ട് കേട്ടോ, സ്വന്തമായിട്ട് ബഡ്സ് ഉണ്ട്. കുളിച്ചിട്ട് ബഡ്സ് ഇടലൊരു സുന്നത്താ. അങ്ങനല്ലേ, എനക്ക് സുന്നത്താ. നമ്മളെപ്പോൾ ഇത് ക്ലീൻ ആക്കിയിട്ട് വെക്കണം. ഒന്നുമില്ലെങ്കിൽ കൂടെ ജസ്റ്റ് എന്തെങ്കിലും എല്ലാം പൊടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അപ്പോൾ മുടിയെല്ലാം വാരി സെറ്റപ്പായി കുട്ടപ്പനായി പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി വന്നിട്ട് ഫുഡ് കഴിക്കണം. അങ്ങനത്തെ പരിപാടികളൊന്ന് ബാക്കി. ഇനിയിപ്പോൾ പള്ളിയിലേക്ക് പോട്ടെ. ഓക്കെ, നമ്മൾ വെള്ളിയാഴ്ച ആണല്ലേ കുട്ടികളായിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ കുട്ടികളെ അറിവില്ല. പള്ളിയിൽ ഞാനും എൻ്റെ ഇലാലും മാത്രം. ഇന്ന് സ്വബയ്ക്ക് എനിക്ക് ഇലാലിനെ കിട്ടി. ഇപ്പോഴും ഇലാൽ തന്നെ. സ്വബൈ മുതൽ ഇപ്പം വരെ എന്നോട് പള്ളിയിൽ പോകുന്ന എല്ലാത്തിനും അത് ഇലാൽ തന്നെ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ നമ്മൾ പണ്ട് മടിയായിരുന്നു പള്ളിയിൽ പോകാൻ. അപ്പോൾ യാസിർ ഏത് പണ്ട് മടി? യാസിർ ഇപ്പം കുറച്ച് മുന്നേ മടിയേ. സൊസൈറ്റി പോയപ്പോ ഇവിടെ ഇരിക്കാനാ. ഇതാണ് കാണിച്ചേ. ഇതാണ് ഞങ്ങളെ സ്പോട്ട്. ഇവിടെയാണ് നമ്മൾ ഉണ്ടാവാന്. ഇഷാദ് സാഹിബ് നമ്മളെ വ്ളോഗുകളാണല്ലോ. എന്റെ വ്ളോഗുകളാണല്ലോ. ഓ, എന്റെ വ്ളോഗ് അല്ലാണ്ട് വേറെ വ്ളോഗ് ആണല്ലേ? ഇഷ്ടല്ലേ? ഓ, സൂപ്പർ അല്ലേ? ഇനി 10 അയച്ചെടുക്കണോ? ഗ്രൂപ്പിലിട്ടിട്ട് നമ്മൾ ഇതാക്കണോ? അത് ഇന്നെ നമ്മളെ കൊണ്ട് കഴിച്ചല്ലോ. സീസൺ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക് അല്ലേ? തീർച്ചയായിട്ടും. മഴ കഴിഞ്ഞാൽ സീസൺ തുടങ്ങും. ഓ, ഇപ്പൊ മൊത്തം ചെക്കൻ കൊണ്ടുവന്നല്ലേ ഹിലാലിയൊക്കെ. ഇന്ന് സൊബൈക്ക് എന്റെ കൂടെ ഉണ്ട്. ഇന്നിപ്പോ പള്ളിയിൽ ചുമ പോകുമ്പോ ഞാനും ഇവനും മാത്രം. ഞാൻ വെച്ച് ചുമയെല്ലാം കഴിഞ്ഞ് കുട്ടികളെ കൂട്ടി ടീഷർട്ട് ഇലാലിനെ അറിയാം. ഇലാല് കോളേജിൽ പോന്നാ. ഇലാല് ഔട്ടാക്കി ഞാൻ ഇലാല് തെളിച്ചെടുക്കിഞ്ഞ് ഇലാലിന്റെ വീഡിയോ എടുത്തിട്ട് വിട്ടുകൊടുത്തു. സൂപ്പർ. ഓൻ പറഞ്ഞടിച്ചേപ്പിച്ചു അതിലെ കൊണ്ട്. അതിനോട് പറഞ്ഞു അതിലെ ഇപ്പം ഞാൻ ഒന്നും മാറ്റില്ല. ഇൻഷാല്ലാ ഒരു കാലത്ത് പണിക്ക് പോവല്ലോ. പാട്ടാ ഹൈലൈറ്റ്. ഇതാ മന്തി.
അബൂക്ക വടകരയില് മന്തി പ്രൊമോഷൻ പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല, വടകരയില് മന്തി പോണുള്ളതാകെ അബൂക്ക നോക്കാനില്ല. ഒരൽക്ക കൊണ്ടിട്ടേക്ക് എന്ത് ഓലക്ക പോലത്തെ കണ്ണും പൂട്ടി പ്രോത്സാഹിപ്പിക്കുന്ന അനീസ്ക. സ്പോർട്സിന് വേണ്ടി കണ്ണും പൂട്ടി പൈസ ലോകം മനസ്സിലായി. സ്പോർട്സിനല്ലോ മുപ്പത് ദീനീയമായ ആണെങ്കിലും ഇവിടെ നമ്മള് വല്ല വൃത്തിയാക്കാനല്ലോ. 700 ഒരു 6 കഞ്ചാക്ക് തിന്നൂടെ ഓൺലി 700 ഫുൾ മന്തി. അല്ല ഇത് ചിക്കന്. ഇൻഷാല്ലാ ഇവിടെ വെയിലുണ്ട്. ഈ ഒരു ഗ്രൗണ്ടില് ഇങ്ങനെ ഒരു KSRTC വന്നിട്ട കാരണം കൊണ്ടാണ് നമ്മളെ ഗ്രൗണ്ട് തന്നെ ചിഹ്നയിപ്പോ. അപ്പുറത്തെ ഗ്രൗണ്ടിന്റെ കോലൊന്നും കാണിച്ചു തരുന്നില്ല, അതുകൊണ്ട് പോലെ നല്ല മോശം. അത്തറിന്റെ കാര്യത്തില് ഫുട്ബോളിലെ ജുനൈദ് ഗെയിം നിശാക്കെല്ലാം വെറുതെ കുറെ കാർഡ് കൊടുത്ത് കേടാ. വെറുതെ അല്ല, കാര്യത്തിൽ തന്നെ എന്നോട് ദേഷ്യമുണ്ടോ? എന്തിനോട് ദേഷ്യം? റെഡ് കാർഡ് കിട്ടാണ്ടല്ലോ. റെഡ് കാർഡ് കിട്ടിയാൽ നിശാക്ക പോകുന്നതാണ്, നല്ല എസ്റ്റിലൊക്കെ പോകും. അജു അവിടെ നിൽക്കും, ഒരു നിർത്ത അജു. അതെ നാദിർ മുന്തിറിന്റെ അനിയൻ. നിശാദ പോയി പുറക്കാർ ഫുഡ് കഴിക്കട്ടെ. ഞാനും എൻ്റെ ഇലാലും ഇവിടെ കുത്തിരിക്കുക. പ്രവാസിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുറത്തിരിക്കാന്ന് പറയുന്ന പോലെ തന്നെ പീസ്ഫുള്ളാ. അതെ, നമ്മളെ പോലത്തെ ആൾക്കാർക്ക് മേലെയും കൂടി ഞാൻ നടക്കുന്നതായിരിക്കും ഒരു ആശ്രയായി. പണി ഞാൻ ഓടാന്ന് പറഞ്ഞ പുറക്കാരോട് എനിക്ക് സുഖം. അഞ്ഞു പറഞ്ഞ വീട്ടിൽ തന്നെ വന്നിരിക്കാം. നിങ്ങൾക്ക് നടന്നാലും ഞങ്ങൾ അങ്ങനെ നടന്നാലും വരണ്ടേ. ട്രൈപ്പോഡ് എടുത്താൽ മതി മോനെ. ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ മറ്റേ ഇത് കുത്തി ഫോണ് വെച്ച് എടുക്കുന്ന സാധനം ഉണ്ട്, ട്രൈപ്പോഡ് എന്നല്ല എന്നെ പറയാൻ. നമ്മളിത് അറിയില്ല. നമ്മളെ പറയല്ലേ ട്രൈപ്പോഡ് അല്ലേ? നമ്മളൊറ്റക്കായി. പിന്നെ വെച്ചാല് ഇമ്മാസെല്ലാം നമ്മള് കുറച്ച് ഫ്രീയാ. അടുത്ത പ്രാവശ്യം നമ്മൾ എൻഗേജ്മെന്റ് ആയി സീസൺ തുടങ്ങും, കളിയായിരിക്കും. പിന്നെ പെരുങ്ങളായി ഷോയിബല്ലേ പോന്നല്ലേ? ഷോയിബല്ല ആളെ പോയി. ഫ്രീക്കനാ. ബാംഗ്ലൂരിലത്തെ ടോപ്പ് പ്ലെയർ ആയിട്ടുണ്ട്. ബാംഗ്ലൂരിലെ പഠിക്കുന്നേ. അല്ല ലുക്ക് മാറിപ്പേ. ബാംഗ്ലൂർ അത്യാവശ്യം ശരിക്കും നമ്മളൊന്നും പഠിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ ഇത്ര ട്രെൻഡ് ആയിക്കില്ല. അങ്ങനെ ട്രെൻഡ് ആയിക്കണ്ടേ ഞാനല്ലേ ഇപ്പം ബാംഗ്ലൂർ ഉണ്ടാവും. ഉറപ്പായിട്ടും ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരെല്ലാം പോയിക്കണ എനിക്ക് ഇപ്പൊ ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ലടാ. ഇവിടായോണ്ട് അതെ. പക്ഷെ ഒരു സംഭവം ഉണ്ടല്ലോ, എന്താ അറിയാ മനസ്സിലാക്കിയാരെന്ന് വെച്ചാല്, എങ്ങനെ ഇപ്പൊ നമ്മള് ഭയങ്കര സന്തോഷാന്ന് വിചാരിച്ചാൽ കൂടെ നമുക്ക് ലൈഫ് ലോങ് ഭയങ്കര അത് നമ്മളെ കൂടെ ഉണ്ടെങ്കിലല്ലേ, ഒരു സംഗതി ആയിക്കോട്ടെ, ഒരു സാധനം ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ വിചാരിക്കും ലൈഫ് ലോങ് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അത്ര ഹാപ്പി ആയിരിക്കും എന്നെല്ലാം വിചാരിക്കുന്ന സാധനം നമ്മക്ക് ഹയറാന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നമ്മക്ക് ഹയർ എന്നുള്ളത് ആർക്കറിയാം? പഠിച്ചോനിക്കറിയാം. ഇൻ കേസ് എന്തേ നമ്മുടെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോയതാ? അത് നമുക്ക് ഹയറല്ല. അള്ളാന്റെ വിശാലിന്റെ കോലം നോക്ക്. വിശാലിന്റെ മൊഞ്ചനേനും സ്പ്ലെൻഡർ പോലത്തെ നായിപ്പേക്കിപ്പോ. ഇന്നിപ്പോ റിശാല് നാളെ ഫോൺ ഓപ്പണാക്കാൻ പഹ ഇതാൽ എടുത്തേന്ന് പറയാൻ. ഒന്ന് റെസ്റ്റ് ആയിട്ടോ എന്നിട്ട് ഷോപ്പിൽ പോവാ. ശരി കാണാം. കാണിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ ചെക്കനുണ്ട് ഷിറാസ്, വണ്ടിയും കൊണ്ടങ്ങ് പോയിക്ക് കാലൊടിഞ്ഞിക്കോണ്ടേ. അല്ലെ കളി ഉണ്ടെങ്കിലോ കണ്ടത്തുനിന്ന് കളിച്ചിട്ട് വെറുതെ ഓരോ പണി വാങ്ങി വെച്ചിട്ട് ഇനി എവിടേക്ക് സ്പീക്കർ ഇട് പൊട്ടിപ്പോയാ ചതവാണല്ലേ? ഒരാഴ്ച കൊണ്ട് തീരുമല്ലോ. അപ്പൊ ഓരോ വള്ളി വെറുതെ ഈ മര്യാദക്ക് നല്ല കളിയിലും മാത്രം പോയി കളിച്ചാ പോരെ ചെറിയവൻ, എന്തിനാ വെറുതെ? പിന്നെ ഓക്കെ ഫുൾ ടീമാണല്ലേ ഇത്.
വലൈക്കും അസ്സലാം. അഫ്നു രാവിലെ ഇൻഷാല്ലാ. ഇത് ഗൾഫുകാരനാണ്. ഞാനന്ന് പൊന്നെടുത്ത് അത്തി തന്നെ തുറക്കടാ. ഞാന് ഏതായാലും പുരയിലേക്ക് പോവാ. അഫ്നുമായിട്ട് അഫ്നുവിന്റെ കൂടെ അൽഹംദുലില്ലാ അഫ്നുവുമായിട്ട് കാറിൽ സഞ്ചരിക്കാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കയറുകയുണ്ട് വീഡിയോ എടുത്തു. എനിക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ. വൃത്തിക്കാൻ വേണ്ടിയില്ല കണ്ണിയും പറയാ. അഫ്നു നീ പോന്നല്ലേ? നീ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? അതെ, ഇനി സത്യം പറഞ്ഞാ പൊന്നിട്ടം പോന്നല്ലേ. രണ്ടറ്റം കൂട്ടി പൊട്ടിക്കുക. ആദ്യം ഇപ്പൊ കൂട്ടി പൊട്ടിച്ചിക്ക്, നല്ല വൃത്തിക്ക് കൂട്ടി പൊട്ടിച്ചിക്ക്, അഴിഞ്ഞു വിട്ടേക്ക്. ഇതിപ്പൊടിഞ്ഞു പോന്നേ. എന്റെ പോലെ എങ്ങോട്ടെന്ന് എനിക്കറിയില്ല. കളിക്കല്ലേ ചെയ്ത് അങ്ങോട്ട്. എന്റെ പോലെ അങ്ങോട്ടല്ലേ പൊട്ട അങ്ങോട്ട്. ഞാൻ വിചാരിച്ചു പോകുന്നെങ്കിലൊക്കെ ജ്യൂസായിട്ട് പറ്റുന്നത്. അത് ഷാനിന്റെ പോരാ, നെയ്മിന്റെ പോരാ, അത് ഉമ്മാനടുത്തിന്റെ പോരാ. അഫ്നുവിനെ നമ്മളെ അത് പണ്ട് കൊറേ കൊല്ലം മുന്നേ പോയിക്കണ്ട ഇങ്ങോട്ട് ഒരാളെ കാണാന്. എല്ലാം പോയി. ഞാനെല്ലാം ഇങ്ങോട്ട് പണ്ട് സൊസൈറ്റി ആയേ ആണോ നമ്മള് അങ്ങോട്ടൊരു പോക്ക് നമുക്ക് ആത്മാർത്ഥില്ല. നമ്മളെയാ അല്ല നിങ്ങളിപ്പോ കോളേജിൽ പോകുന്നൊരു ഉദ്ദേശം എന്താ? ഹിലാല് വേറെ പറഞ്ഞേ. എനിക്ക് സർട്ടിഫിക്കറ്റ് പറഞ്ഞേ. ഇപ്പൊ ഗൈസ് ഏതായാലും നമ്മള് വെള്ളിയാഴ്ച അങ്ങനെ ചെങ്ങൈമാരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചിറങ്ങിയ ആരും ഇല്ല. എല്ലാ എയർപോർട്ടിൽ പോയിക്കടാ. പക്ഷെ അഫ്നുവിനെ കിട്ടി. അഫ്നു നാളെ പോന്ന. ഇന്ന് ഇപ്പൊ ചോറ് പോരല്ലേ? ഇപ്പൊ ചോറ് വരുന്ന മറ്റന്നാളെയാ? സൺഡേ ഫാമിലി ആയിട്ട് പോകുന്നില്ല ഫുള്ള്. എല്ലാ പിള്ളേർ വണ്ടി സ്പേസ് നമുക്ക് പിള്ളേരുണ്ടാവില്ലേ? എന്റെ അതിലേക്ക് കേറുവാനല്ല ഇങ്ങനെല്ലാം സംസാരിക്കും. നേരെ പോട്ടെ. നമ്മള് മെയിൻ റോഡിലാണ്. അതെത്തണ്ട യാസിന്റെ പോരെല്ലാം കഴിഞ്ഞ ഇവിടെ അതെല്ലാം പോരേ ഉള്ളൂ. പുറത്തട്ടില്ലേ നമ്മളെ കൗൺസിലറാ. അപ്പൊ ഇൻഷാല്ല ബ്ലോഗ് ഇവിടെ നിന്ന് ഇറങ്ങുന്നതോടും കൂടെ ബ്ലോഗ് വൈൻഡപ്പ് ആണ്. ഇവിടെ എന്റെ പോലെ ലെഫ്റ്റ് കാണുന്നത് കാണുന്നത്. അപ്പൊ അഫ്നു എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിങ്ങനെ പൊരുത്തപ്പെടാൻ മാത്രം നമ്മളൊന്നും ഇല്ല. ഇനി രക്ഷപ്പെട്ടോ? ഇല്ല ഞാൻ പോരില്ല. അപ്പോ ഈ വ്ലോഗ് എന്റെ അഫ്നുവിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. ലവ് യു ഓൾ.